നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ നോട്ട് ബുക്ക് കേട്ടോ. ക്രാഫ്റ്റ് ചെയ്താലോ? നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ബ്രഷും പെൻസിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റുകൾ നേരെടുക്കാം. ഇതാണ് പെയിൻറ്റ്, വാട്ടർ പെയിൻറ്റ്, വാട്ടർ കളർ തന്നെ ഞാൻ കുറേ ദിവസമായിട്ട് കുറേ റിക്വസ്റ്റുള്ള ഞാൻ എനിക്കിങ്ങനത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലൊക്കെ ചെയ്തെടുക്കണമെന്ന്. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണത്. സമയം ഉണ്ടെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തും അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിങ്ങിന് ആയിട്ടിങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലേ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് പഠിച്ചാൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിലായിട്ട് വന്നത്. ഇനി എനിക്കെന്ത് വരക്കാനും ചിലപ്പോൾ തോന്നാറില്ല, ചിലപ്പോൾ തോന്നും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് ദിവസം മുമ്പായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പം ഞാനിങ്ങനെ ചെയ്ത് വരാറുണ്ട്. അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു ഡ്രോയിങ്, കുറേ പേരില്ല ഉമ്മ ഇവരൊക്കെ പറഞ്ഞു ഡ്രോയിങ്ങിന് പോയിക്കോ, വരക്കാനറിയാത്ത കേടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു എന്നെക്കൊണ്ട് പോകാൻ കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും അത് വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ ഒക്കെ പഠിക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പറയുന്ന സത്യമാണ്, എ ഗ്രേഡ് എന്ന് പറഞ്ഞ സത്യത്തിലുണ്ടാവുന്നതാണ്. എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതുപോലൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്തും ഇഷ്ടമാണെന്നറിയാം ക്രാഫ്റ്റ് ചെയ്യാൻ. ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഓടിച്ചാൽ ഞാനും ഉണ്ട് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ കൂടെ ആളാണ് ഞാനിപ്പോൾ. എനിക്കിപ്പോഴും ആ ക്രാഫ്റ്റിനോട് ഇഷ്ടം അങ്ങനെ മാറിയിട്ടില്ല. അത്രയ്ക്കും എൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡ്രോയിങ്. ഞാൻ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് സോറി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. ഏകദേശത്തിലൊരു ഹൗസായിട്ടുണ്ട് കേട്ടോ. ബാക്കി ചെയ്ത് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ഹാർട്ട് എങ്ങനെയൊക്കെ വരുന്നത്. എനിക്കിപ്പോൾ സബ്സ്ക്രൈബർ ആയിട്ടില്ല, ലൈക്കൊന്നും ആയിട്ടില്ല, പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ആവട്ടെ ഇൻഷാല്ലാ.
ചെയ്യണമെങ്കിൽ നിങ്ങളെ ഞാൻ നല്ലോണം ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഫോട്ടോ വരും. നിങ്ങൾ ഫോട്ടോ ഇല്ലെങ്കിൽ പേരൊക്കെ എഴുതിയിട്ട് ഞാൻ തരാം. പക്ഷെ നിങ്ങളെ പേരൊക്കെ എനിക്കൊന്ന് അയച്ചു തരണം പ്ലീസ്. ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കമൻറ്റ് ഇപ്പം തീരെ ഇല്ല. കമൻറ്റ് 0 കേട്ടോ. അത്രയ്ക്കും ഞാൻ വിഷമത്തിലാണ്. ഇത്രയും ചെയ്തിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊന്നുമില്ല. എന്താ നിങ്ങളൊക്കെ? ഞാൻ എവിടെ എത്തിയെന്ന് ഒന്ന് ഗസ് ചെയ്യണേ. ട്രീ ആണോ ഹൗസ് ആണോ? അത് ഞാൻ എന്തോന്ന് സൗണ്ട് കേട്ടപ്പോൾ പോയിട്ടില്ല പുറത്തുനിന്നാട്ടോ. നിങ്ങൾ ഇതിൽ കൂടെ കാണുന്നുണ്ടല്ലേ? ഞാനെന്താ മിണ്ടാത്തത്? കളർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മിണ്ടാത്ത കളർ ചെയ്യും.
ഏകദേശമൊക്കെ കഴിയാനാണ്. ചെറിയ ഡ്രീമിലൊന്നും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് അങ്ങനെ എനിക്ക് കഞ്ഞി കിട്ടും. കഞ്ഞി ചെറിയ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ കമൻറ്റ് കൂടി ചെയ്തിട്ട് പോണേ. ബൈ ബൈ. ലൈക്ക് ചെയ്യണേ. ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.